ആലപ്പുഴ കാട്ടൂരിൽ അധ്യാപകൻ മർദ്ദിച്ചതിന് പിന്നാലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കുട്ടിയുടെ ചിതാഭസ്മവുമായി മാർച്ച് നടത്തിയ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. കേസിൽ മണ്ണഞ്ചേരി പോലീസ് പ്രതികളായ അധ്യാപകരെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ഉയരുന്നുണ്ട്. സഹപാഠികളുടെ മുന്നിൽ വെച്ച് ചൂരൽ കൊണ്ടുള്ള മർദ്ദനം. കൂട്ടുകാർ കേട്ടിരിക്കെ അധ്യാപകർ പറഞ്ഞ കുത്തുവാക്കുകൾ ഒരു 7ാം ക്ലാസ്സുകാരന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കാട്ടൂർ സ്കൂളിൽ വെച്ച് പ്രജിത്ത് നേരിട്ടത്. കുഞ്ഞു മനസ്സിനേറ്റ നൊമ്പരം മറക്കാൻ അവൻ കണ്ടെത്തിയ മാർഗം ആത്മഹത്യയായിരുന്നു. പ്രജിത്തിന് നേരിട്ട അപമാനം സഹപാഠികൾ തുറന്നു പറഞ്ഞതോടെയാണ് നാടൊന്നാകെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രജിത്തിന്റെ ചിതാഭസ്മവുമായാണ് നാട്ടുകാർ ഇന്ന് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് മാർച്ചിൽ പങ്കെടുത്തത്. കുട്ടിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അപമാനിച്ച അധ്യാപകർക്കെതിരെ ശക്തമായ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നതാണ് നാടിന്റെ ഒന്നാകെയുള്ള ആവശ്യം. ഡ്രിൽ സാറിനെയും ഈ ടീച്ചറിനെയും കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും അവരെ പോക്സോ കേസിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിന് പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനും ഉന്നതങ്ങളിലോട്ട് ഇതിൻ്റെ അന്വേഷണം വ്യാപിപ്പിക്കുവാനാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. കുട്ടികൾ പ്രജിത്ത് നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞിട്ടും മണ്ണഞ്ചേരി പോലീസ് കുറ്റക്കാരായ കായികാധ്യാപകനെയും അധ്യാപികയെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം നാട്ടിലാകെ ഉയർന്നിട്ടുണ്ട്. അതിനിടെ പ്രജിത്തിന് അനുകൂലമായി മൊഴി നൽകിയ കുട്ടികളുടെ വീട്ടിൽ മൊഴി മാറ്റി പറയാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടാകുന്നതായും പരാതി ഉയരുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി ഇന്നെത്തിയത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്ന് SFIക്കാർ സ്കൂൾ ഗേറ്റിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കുന്നതുവരെ ആ കുട്ടിയുടെ മരണത്തെ തുടർന്ന് ആ മരണത്തിന് ഭാഗമായിട്ടുള്ള മുഴുവൻ പേരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഉറപ്പായ ശിക്ഷ നൽകുന്നതുവരെ SFI ഇത്തരത്തിലുള്ള മാർച്ചുമായും പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോകും. പ്രജിത്തിന്റെ ചിതാഭസ്മം കടലിൽ നിമജ്ജനം ചെയ്ത ശേഷം തിരികെ എത്തിയ നാട്ടുകാർ തീരദേശപാത വീണ്ടും ഉപരോധിച്ചു. കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഉപരോധം അവസാനിപ്പിക്കുമെന്ന് നാട്ടുകാർ നിലപാടെടുത്തു. ഇതോടെ പ്രതിഷേധക്കാരുമായി പോലീസ് ചർച്ച നടത്തി. നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് DYSP ഉറപ്പ് നൽകി. ഉന്നയിക്കപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങളും അത് വിദ്യാർത്ഥി സംഘടനകളായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അത് സമഗ്രമായിട്ട് പരിശോധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ആരുടെ ഭാഗത്തുണ്ടായാലും അത് ശക്തമായ നടപടിയുണ്ടാവും. നിലവിലിട്ടിരിക്കുന്ന കുറ്റപത്രത്തിൽ മാറ്റങ്ങൾ വരുത്തി അധ്യാപകരെ ഉൾപ്പെടെ പ്രതികളാക്കുകയും ശക്തമായ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് പ്രദേശമാകെ വേദിയാകുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അധ്യാപകരാണ്. അതേ അധ്യാപകർ തന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് കുട്ടികളുടെ ജീവൻ എടുക്കുന്നതിന് ഇടയാക്കിയാൽ ആ അധ്യാപകർ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം. അത് ഉറപ്പാക്കാനാണ് നാടൊന്നാകെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശ്യാംകുമാർ, 24 ആലപ്പുഴ. കുട്ടികളാണ്, കുരുന്നുകളാണ്. അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. 7ാം ക്ലാസ്സുകാരൻ ജീവനൊടുക്കാൻ അധ്യാപകൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മറ്റൊരു കുട്ടിക്കും ഇനി ഇത്തരമൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇപ്പം നമ്മളെ തന്നെ ഒരാൾ ചീത്ത പറയുമ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് വിളിച്ച് നമ്മളെ ചീത്ത പറയുമ്പോൾ നമുക്കത് അത്ര അങ്ങോട്ട് ഏൽക്കില്ല. നേരെ മറിച്ച് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മളത് ചീത്ത പറയുമ്പോൾ വളരെ വിഷമമായിരിക്കും. അങ്ങനെ തന്നെയല്ല എല്ലാവരുടെയും കാര്യം. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾ അവർ നമ്മളെ ഒരു പക്വത എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതെന്തായാലും ആ കുട്ടിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ഇതിപ്പോൾ ആരായാലും ഇപ്പം ഞാനായാലും എന്നെ ഒരു ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് മർദ്ദിക്കണം എന്നില്ല. സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പോലും നമുക്കത് മാനസികമായിട്ട് പിന്നെ മർദ്ദിക്കുക പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ കുട്ടിക്ക് വളരെയധികം വിഷമം ഉണ്ടായിട്ടായിരിക്കും ആ കുട്ടി അത് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെയൊന്നും ഉണ്ടാവരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ബോധവൽക്കരണ ക്ലാസ് കൊടുത്തുകൊണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ ചെയ്തു വരുന്നത് പിന്നെ കൂടുതൽ വിദ്യാഭ്യാസ ആളുകൾ തന്നെയാണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. പരസ്യമായിട്ട് എല്ലാവരും മുന്നുന്ന ഒരു അധ്യാപകൻ ഇങ്ങനെ കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ 7ാം ആയിക്കോട്ടെ, എന്നാലും 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആകുമ്പോൾ ഇങ്ങനത്തെ എല്ലാവരെയും മുന്നിന്നൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തന്നെയാണത്. അപ്പോൾ അത് വളരെ വിഷമകരമായ കാര്യം തന്നെയാണ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ അതൊക്കെ നിർത്തണം. പരസ്യമായിട്ടുള്ള ഈ മർദ്ദനം അങ്ങനെയുള്ള
അധ്യാപകർക്കെതിരെ ജുവനൈൽ ആക്ട് പ്രകാരം അവർക്കെതിരെ കേസെടുത്തിട്ട് അവർക്കെതിരെ FIR ഇട്ട് അന്വേഷണം നടത്തണം. കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്നതാണ്. 13 വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്നതാണ്. ജനങ്ങളൊന്നും പൊട്ടന്മാരല്ലേ? ഞങ്ങൾ ഓരോ ദിവസവും വാർത്തകളും ഓരോരുത്തർ അമ്മമാരുടെ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചങ്ക് തകർന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പ്രതികരിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നടന്ന ഒരു മാർച്ചും കാര്യങ്ങളുമൊക്കെ. അത് സർക്കാരിൽ നിന്നും നല്ലൊരു നീതി ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സഹപ്രവർത്തകരായ മറ്റു കുട്ടികളിൽ നിന്ന് തന്നെ കിട്ടിയ വോയിസ് മെസ്സേജ് ഉൾപ്പെടെയുള്ള നമ്മൾ പരിശോധിച്ചപ്പോൾ 2 അധ്യാപകരാണ് ഇതിനകത്ത് പ്രധാന പ്രതികൾ. ഒന്ന് ക്ലാസ് ടീച്ചർ, ഒന്ന് അവിടുത്തെ ഡ്രിൽ മാസ്റ്റർ. ഡ്രിൽ മാസ്റ്റർ ഒരു എക്സ് സർവീസുകാരനാണെന്ന് തോന്നുന്നു. അയാളാണ് ശരിക്കും ശിക്ഷ നടപ്പിലാക്കുന്നത്. ശരിക്കും കാടത്തുള്ള മൃഗീയമായ ശിക്ഷകളാണ് വിളിക്കുന്നത്. കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ഒറ്റ വാശി മാത്രമേ നമുക്കുള്ളൂ. കാര്യം ഇപ്പോഴാണ് ഓരോരുത്തർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പേടി കൊണ്ട് പല രക്ഷാകർത്താക്കളും ഇത് മിണ്ടാതിരിക്കുകയായിരുന്നു. നിസ്സാര കാര്യത്തിന് പോലും മുട്ടയെ നിർത്തി പിള്ളേരെ പീഡിപ്പിക്കുന്നവർ, അവർക്ക് പിള്ളേരെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് ക്ലാസ്സിൻ്റെ ഒരു ഇത് ഉണ്ടാക്കുക, അത് മാത്രമാണ്. അവർക്ക് വേറെ പിള്ളേർ ചത്താല കുഴഞ്ഞു വീണ അവർക്കൊരു വിഷയമില്ല. അധ്യാപകരുടെ പെരുമാറ്റം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഹസീന ഷാജി പറയുന്നു അധ്യാപകർക്ക് കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന കൗൺസിലിംഗ് കൊടുക്കണമെന്ന് പറയുന്നു. രാജീവ് പറയുന്നു ബാലാവകാശ കമ്മീഷന് എന്താണ് പണി എന്ന് ചോദിക്കുന്നു. തറവാട് എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ആ കുഞ്ഞിനെ കിട്ടിയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. കുഞ്ഞിനെ കിട്ടിയില്ല. കുഞ്ഞിനെ കാണാതായിട്ട് ഇപ്പോൾ 19 മണിക്കൂർ. പോലീസിന്റെ പുതിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ പോലീസ് തന്നെ തട്ടിക്കൊണ്ടുപോകൽ സ്ഥിരീകരിക്കുന്നു. തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ട് 19 മണിക്കൂർ പിന്നീട് ഇപ്പോഴും ആ കുഞ്ഞിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുഞ്ഞിനെ കിട്ടിയോ എന്ന് അന്വേഷിക്കുന്നവരുടെ ചോദ്യത്തിനുള്ള മറുപടി.